ചോളി കെ പീച്ചെ ക്യാ ഹേ ചോളി കെ പീച്ചെ. ഇതൊക്കെ പണ്ടായിരുന്നു ഈ പാട്ടൊക്കെ. ഇപ്പൊ നമ്മൾ ആ പാട്ടിലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെറിയൊരു സ്ലോഗൻ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. മസ്ജിദ് കെ പീച്ചെ ക്യാ ഹേ മസ്ജിദ് കെ പീച്ചെ. എന്തായാലും അവസ്ഥ. എന്തായാലും 2024 ജനുവരിയിലെ ഉറൂസിനും മോദിജി പട്ടും പുടവയും കൊടുത്തു വിട്ടതുകൊണ്ട് മോദിജിനെ ആരും സംശയിക്കാനൊന്നും പാടില്ല കേട്ടോ. ഈ ഫോട്ടോയിൽ 2024 നമ്മുടെ സ്മൃതി ചേച്ചിയും എല്ലാവരും ഉണ്ട്. അന്ന് നമ്മുടെ ജനുവരി 2024 ഉറൂസിന് ഈ ദർഗയുടെ മേലെ വിരിക്കാനുള്ള ചാദർ കൊടുത്തു വിട്ടിരുന്നു നമ്മുടെ മോദിജി. അപ്പം ഇത്ര മതസൗഹാർദ്ദം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളെ കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കുന്ന നമ്മുടെ മോദിജിയുടെ ഒരു വലിയ മനസ്സ് കാണാണ്ടിരിക്കരുത്. എന്താണെങ്കിലും മോദിജി തുടങ്ങി വെച്ച സമ്പ്രദായമല്ല, ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ വർഷവും ഇതുപോലെ കൊടുത്തു വിടാറുണ്ട് ഈ ഉറൂസ് പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ല, എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ മോദിജി നോക്കിക്കോളും എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ട് കൊടുത്തിട്ട് അവസാനം പട്ട് പുതപ്പിച്ച് കിടത്തുന്നതും ഇതേ രാജതന്ത്രമെന്നോ അല്ലെങ്കിൽ മോദി തന്ത്രം എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. ആദ്യം നമ്മൾ പട്ട് കൊടുത്തു വിടും, നമ്മളെല്ലാവരും പട്ടും പുടവയും വളയൊക്കെ കൊടുത്തു വിടും. അവസാനം അതേ പട്ട് മൂടിയിട്ട് അങ്ങ് ചിതലെടുക്കുകയും ചെയ്യും. ഇതേ അവസ്ഥയുടെ കാര്യം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിൻ്റെ വിധിയും ഇതുപോലെ തന്നെ വന്നത്. അതായത് സംഭലിലുള്ള ഈ സർവേ പരിപാടികളൊക്കെ നിർത്തിവെക്കണം താൽക്കാലികമായിട്ട്, അതിന് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രൂക്ഷമായിട്ട് സുപ്രീം കോടതി അതിൽ ഇടപെടുകയും ചെയ്തു എന്നാണ് ന്യൂസ് കണ്ടത്. എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്? ഒരു ഹർജി കിട്ടുമ്പോഴേക്കും അങ്ങോട്ട് സർവേ ഉത്തരവ് അങ്ങ് പുറപ്പെടുവിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടാണ്. നമ്മൾ പലരും പല മാധ്യമങ്ങളും ഭയങ്കര കൈയടിച്ചു, അടിപൊളി സുപ്രീം കോടതി ഇടപെട്ടു, ഇനിയൊന്നും പേടിക്കണ്ട, നമ്മുടെ സുപ്രീം കോടതി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. വെറുതെ സുപ്രീം കോടതി ഇനി ഇത്തരത്തിലുള്ള ഒരു പരിപാടികളും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹർജി കൊടുത്തോ. ഹർജി കൊടുത്തു 91 ആക്ട് പ്രകാരം ഈ പരിപാടി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മുടെ DY ചന്ദ്രചൂഡൻ മോദി ഭക്തൻ അത് ഈ ഗാൻവാബി മസ്ജിദിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് കുഴപ്പമില്ല, ഹർജി കൊടുക്കാം എന്നുള്ള ഒരു കീഴ്വഴക്കം അവിടെ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞത് ഹർജി നിങ്ങൾ സ്വീകരിച്ചോ, പക്ഷേ ഈ സർവേ റിപ്പോർട്ട് അല്ലെങ്കിൽ സർവേ ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് മറുപക്ഷത്തിൻ്റെയും കൂടെ വാദം കേൾക്കണം, അവർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത്. അവരും കൂടെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. അതാണ് അതിൻ്റെ സാരം. അതായത് ഇപ്പം നാളെ വന്നിട്ട് ഇതോ ആ കാണുന്ന പള്ളീൻ്റെ അടിയിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? ഈ കോടതി മറുപക്ഷം, അതായത് പള്ളി കമ്മിറ്റിയോട് ചോദിക്കണം എന്താണ് സത്യമാണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർ പറയും ഇല്ല, ഇതിങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഏത് കോടതിയാണോ, സുപ്രീം കോടതിയാണെങ്കിൽ ഏത് കോടതിയാണോ, അവരെന്ത് പറയും? അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിവ് വേണമല്ലോ. മറ്റവർ ഏതെങ്കിലും പഴയ വല്ലവരുണ്ടാക്കി അല്ലെങ്കിൽ എഴുതി കുത്തിക്കുറിച്ചിട്ടുള്ള പുസ്തകം കൊണ്ടായിട്ടില്ല വരുന്നത്. അല്ലാണ്ട് ഇതിലൊന്നും ചരിത്രപരമായിട്ട് യാതൊരു തെളിവുമില്ല. ആകെ ഉള്ളത് വല്ലവനും എഴുതിയിട്ട വല്ല ബുക്കുണ്ട്, അതും അന്ന് എഴുതിയിട്ട ബുക്കുകളൊന്നുമല്ല. തീവ്ര ഹിന്ദു മനോഭാവമുള്ള ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാർ എഴുതിയ ബുക്ക് എടുത്ത് വന്നിട്ടാണ് ഇവർ കാണിക്കുന്നത്. അപ്പം കോടതി പറയും ഓക്കെ, അപ്പം രണ്ട് ഭാഗത്തിൻ്റെയും വാദം നമ്മൾ കേട്ടു, അപ്പോൾ ഏതായാലും സർവേ നടത്തിക്കളാം. സർവേ നടത്തിയിട്ട് നമുക്കൊന്ന് കുഴിച്ചു നോക്കാം. കുഴിച്ചു നോക്കുമ്പോൾ ഉണ്ടോ ഇല്ലേ നമുക്കറിയാലോ. അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. നമ്മുടെ ബാബരി മസ്ജിദിനെ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സുപ്രീം കോടതിൻ്റെ വിധി കണ്ടിട്ട് അങ്ങോട്ട് ആശ്വാസം പൂണ്ട് ജീവിക്കുന്ന ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിനോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ കണ്ണിൽ വെറുതെ ഈ അറക്കുന്നതിൻ്റെ മുമ്പ് കോഴിക്കും ആടിനും പശുവിനൊക്കെ വെള്ളം കൊടുക്കുന്ന പരിപാടിയാണ്. ഒരു സംഭവം അങ്ങനെ വന്ന സമയത്ത് അത് കത്തിപ്പടരും എന്ന് തോന്നിയ സമയത്ത് ചെറുതായിട്ടൊന്ന് ആശ്വസിപ്പിച്ചിട്ട് പിന്നെ നമ്മളത് കത്തിക്കാം, പിന്നെ നമുക്ക് ഊതി കത്തിക്കാം. അതുവരെ തൽക്കാലം വിറകൊന്ന് താഴ്ന്നിരുന്നോട്ടെ, അല്ലെങ്കിൽ തീ അങ്ങോട്ട് കുറച്ച് നിൽക്കട്ടെ. നമ്മൾ പല കാര്യങ്ങളും ഉണ്ടേ, അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടെ ഒരൊറ്റയടിക്ക് തീർത്തുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ കത്തിക്കാം. ആ രീതിയിലാണ് കാര്യങ്ങൾ. അത് സുപ്രീം കോർട്ടാണെങ്കിലും മോദിജി പട്ട് കൊടുത്തു വിട്ടതാണെങ്കിലും ഒക്കെ ഒരേ പരിപാടികളാണ്. ആദ്യം നമ്മൾ കൊടുത്തു വിടും, അവസാനം നമ്മൾ അടിച്ചു വീഴ്ത്തും. ഇതാണ് നടക്കുന്നത്. എന്തൊരവസ്ഥയല്ലേ ഓരോ സംഭവങ്ങൾ. 3000 പള്ളിയല്ലേ അവർ ലിസ്റ്റ് ഇട്ടത്. ഇപ്പോൾ ഇവിടെ 4-5 പള്ളിയല്ലേ ആയിട്ടുള്ളൂ. അടുത്ത് തന്നെ വരും. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു പള്ളിയുടെ കണക്ക് കഴിഞ്ഞിട്ട് അടുത്ത പള്ളിയിലോട്ട് ചാടുന്നതിന് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അങ്ങനെ ആഴ്ചയിൽ പള്ളി കണ്ടുപിടിച്ചിരിക്കുക. ഇന്നൊരു പള്ളി കാണും, ഹർജി കൊടുക്കും. നാളെ വേറെ പള്ളി കാണും, ഹർജി കൊടുക്കും. എനിക്ക് ഈ ആൾക്കാരോട് പറയാനുള്ളത്,
ഇത്തരത്തിലുള്ള പള്ളികളൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള പള്ളികളും ചരിത്ര സ്മാരകങ്ങളും പോയി കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പം പോയി കണ്ടുകൂല. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പൊളിച്ച് അവിടെ എന്താ പറയുക അമ്പലങ്ങളും മറ്റു പല തീർത്ഥാടന കേന്ദ്രങ്ങളും ആക്കി മാറ്റും. അപ്പോൾ പിന്നെ ഈ ചരിത്രം പറയാനും ചരിത്രം പഠിപ്പിക്കാനും ചരിത്രം കാണാനും ആർക്കും ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ പഴയ ചരിത്രം, മുഗൾ ചരിത്രം, അതല്ലെങ്കിൽ പഴയ ഒരു പ്രത്യേക മതവിഭാഗം എന്ന് പറയുന്ന മുസ്ലിം ഇസ്ലാം ചരിത്രത്തിലുള്ള പല കാര്യങ്ങളും ഇന്ത്യയിലുള്ളതെല്ലാം തുടച്ചു നീക്കി ഇന്ത്യ ഒരു സമ്പൂർണ്ണ മോദി രാജ്യമാക്കി മാറ്റാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഹിന്ദുരാഷ്ട്രം എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെയാണ്, അതിനൊന്നും ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ അതിന് പകരം ഒരു തീവ്ര മോദി രാഷ്ട്രമാക്കി മാറ്റാനുള്ള സകല പരിപാടികളും നമ്മളിപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണേണ്ടവരൊക്കെ എത്രയും പോയി പെട്ടെന്ന് പോയി കാണുക. താജ്മഹലും കുത്തുബ് മിനാറും ഈ റെഡ് ഫോർട്ടും അതും ഇതൊക്കെ ഏതൊക്കെ മുകളെ എവിടെയൊക്കെ എന്തൊക്കെ കെട്ടിയണോ അതൊക്കെ പോയി കണ്ടോളുക. അതൊക്കെ പടുത്ത് പൊളിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പൊളിച്ചിരിക്കും.